ഹലോ വെൽക്കം ടു റിഷ് ഡയറി. എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസങ്ങളായി നമ്മളിതുപോലെ ഒന്ന് സംസാരിച്ചിട്ട് അല്ലേ? കുറച്ച് റീൽസൊക്കെ ഇങ്ങനെ ഇടും എന്നല്ലാതെ എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ പണി പോലും നേരാവണ്ണം എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സ്കൂൾ തുറന്നതിന് ശേഷം ഭയങ്കര തിരക്കിലായിരുന്നു. ഒന്നിനും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പോരാതെ അതിനിടയ്ക്ക് എനിക്കും മോൾക്കും എല്ലാവർക്കും പനിച്ചു. അതിൻ്റെയൊക്കെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു 2-3 മാസം ശരിക്കും പറഞ്ഞാൽ അസുഖങ്ങളുടെ മാസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ പണി നേരാവണ്ണം തീർക്കാനോ എടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീടൊക്കെ പൊടിയൊക്കെ പിടിച്ച് മാറാലയൊക്കെ കെട്ടി ഈ കാണുമ്പോൾ കുറച്ചൊക്കെ തട്ടിക്കളയുന്നുള്ളതല്ലാതെ നന്നായിട്ടൊരു ഡീപ്പ് ക്ലീനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട് ഈ ഓണത്തിൻ്റെ സമയത്ത് ഒരു നല്ലൊരു ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഓണത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് മുഴുവൻ വീട് പൊടി തട്ടി അടിച്ചു വാരി തുടച്ചെടുക്കുന്ന ഒരു പണിയിലാണ്. അന്ന് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡീപ്പ് ക്ലീൻ വീഡിയോ ഇടുമോ എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ഇടാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും ലേറ്റായത്. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. സമയം കിട്ടാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഡീപ്പ് ക്ലീനിങ്ങിൽ ആദ്യം അച്ഛൻ്റെ റൂമാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ ജനാലയൊക്കെ തുടച്ചു, ഷെൽഫൊക്കെ ക്ലീൻ ചെയ്തു. എന്നിട്ട് അടിച്ചൊക്കെ വാരിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ ഡൈനിങ് ഏരിയ കഴിഞ്ഞു. അവിടത്തെയും ജനലൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്, തുടച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ റൂമാണ്. അത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് കഴിയുന്നത് പോലെ നന്നായിട്ടൊന്ന് തുടച്ചിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ അത്ര പണി ഉണ്ടായിരുന്നില്ല. പിന്നെ സെൻട്രൽ ഹാളാണ്, അതായത് നമ്മുടെ ലിവിങ് ഏരിയ. അവിടെ ജനലൊക്കെ ഒന്ന് പൊടി തട്ടി തുടക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. സോഫയുടെ കവറൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട്. അത് അപ്പോൾ തന്നെ കഴുകാനും ഇട്ടിട്ടുണ്ടായിരുന്നു. വേഗം ഉണങ്ങിയിട്ട് വേണം അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും നന്നായിട്ട് തന്നെ പൊടി ഉണ്ടായിരുന്നു. ഈ രാവിലത്തെ അടിച്ചു വാരലിൽ ഈ സോഫയുടെ അടിയിലൊന്നും ഇങ്ങനെ വൃത്തിയാക്കാനുള്ള സമയമൊന്നും എന്തായാലും കിട്ടാറില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇതുപോലുള്ള സമയങ്ങളിലാണ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കുന്നത്. ഇങ്ങനൊരു ഡീപ്പ് ക്ലീനിങ് എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. കാരണം രാവിലത്തെ ഒരടിച്ചു വാരൽ കഴിഞ്ഞതാണ്. ചോറും കറിയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഓണത്തിൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ് വേണം, അതിപ്പോൾ തന്നെ അങ്ങ് ചെയ്യാമെന്ന്. ആ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനൊരു സമയം കിട്ടില്ല. പിന്നെ ഓണത്തിൻ്റെ 2-3 ദിവസം മുന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് സമയം കിട്ടിയപ്പോൾ ഇതങ്ങ് നടത്തി. ഇനി എന്താ, ഓണത്തിൻ്റെ തലേന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് ജസ്റ്റ് ഒരു തുടക്കൽ മാത്രം, അത്രയേ വേണ്ടുള്ളൂ. വേറെ പൊടി തട്ടാനോ ഒന്നും നിൽക്കണ്ട. ആ ഒരു പണി അവിടെ കഴിഞ്ഞു. ഈ അടിച്ചു വാരി കൂട്ടുന്ന കച്ചറ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇത്രയും നാളും അടിക്കലും തുടക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. തുടച്ചില്ല എന്നുള്ളത് സത്യമാണ്. എൻ്റെ പനിയും ക്ഷീണവും ഒക്കെ കഴിഞ്ഞ് ശരീരത്തിന് പറ്റും എന്ന് തോന്നുമ്പോൾ മാത്രമേ ഇതുപോലുള്ള റിസ്ക്കുള്ള പണികളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സഹിക്കണ്ടേ. അതുകൊണ്ട് ശരീരത്തിന് പറ്റും എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഈ ക്ലീനിങ് തുടങ്ങി. അടിച്ചു വാരൽ സ്ഥിരം ഉള്ളതാണ്, പക്ഷേ എപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞാലും ഇത്രയും കച്ചറ തന്നെ എനിക്ക് കിട്ടാറുണ്ട്. വല്ലാത്ത പൊടിയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള പൊടികളൊക്കെ വരുന്നതാണെന്നാണ്. താഴത്തെ ക്ലീനിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയും വർക്ക് ഏരിയയും ഒക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലേക്കാണ് പോകുന്നത്. മേലെ കയറുമ്പോൾ തന്നെ സ്റ്റെയർ കേസിൻ്റെ അവിടെ സ്നേക്ക് പ്ലാന്റ് ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുതിയ തളിര് വരുന്നുണ്ട്, പക്ഷേ പഴയതൊക്കെ ചീഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തു. അതിന് ശേഷമാണ് മേലെ വന്നത്. ആറിയിട്ട തുണികളൊക്കെ എടുത്തു വെച്ചു. അതിന് ശേഷമാണ് അവിടെ അടിച്ചു വാരി വൃത്തിയാക്കിയത്. അവിടെയും പൊടിയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കോലായി അടിച്ചു വാരിയിട്ടൊന്നും കാര്യമില്ല. അതിലും നല്ലത് ഇതുപോലെ കഴുകുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ വൈപ്പറും ഒക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണാൻ നല്ല മൊഞ്ചുണ്ട്. ഇനിയൊരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പഴയതുപോലെ തന്നെ ആവും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര കാറ്റാണ്. കാറ്റിൽ പൊടികളൊക്കെ പാറിയിട്ടാണ് ഇതുപോലുള്ളൊരവസ്ഥ വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ
മേലത്തെ സെൻട്രൽ ഹാള്. അവിടെയും ആരും പെരുമാറുന്നൊന്നുമില്ല. ഒരു തുണി ആയിടാൻ മാത്രം വരുന്നുള്ളൂ. എന്നാലും അവിടെ ഭയങ്കര പൊടിയാണ്. ഈ തുണിയിൽ നിന്ന് വീഴുന്ന പൊടിയാണോ എന്നും അറിഞ്ഞൂടാ. എന്നാലും ഇതുപോലെ ഒരു ആഴ്ചക്കോ 2 ആഴ്ചക്കോ കൂടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് കഴിഞ്ഞാൽ അവിടെയും നല്ല ഭംഗിയാണ്. ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ തുണി ആറിടാൻ നിന്നത്. അത് കുറച്ചുണ്ടായിരുന്നു. തുണിയൊക്കെ ആറിട്ടിട്ട് വേണം അവിടെയുള്ള തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഈ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ട്. നല്ല ചൂടുമാണ്. മഴക്കാലം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ചൂടിന് ഒരു കുറവുമില്ല. മഴ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു തണുപ്പുള്ളൂ. മഴ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ചൂട് തുടങ്ങി. ഇനിയിപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് കണ്ട് തന്നെ അറിയണം. എപ്പോഴും വിചാരിക്കും തുണിയൊക്കെ ആറിയിടുന്ന സമയത്ത് തന്നെ ആ ഉണങ്ങിയ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കണമെന്ന്. ചില ദിവസങ്ങളിലൊക്കെ ചെയ്യും. പക്ഷേ സമയമില്ലാത്ത ദിവസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, നേരെ ഈ മേശയിലോട്ടങ്ങ് എടുത്തിടും. പിന്നെ ഇതുപോലെ സമയം കിട്ടുന്ന ദിവസം എല്ലാം കൂടി അങ്ങ് മടക്കി വെക്കും. പക്ഷേ ചില സമയം നേരെ തിരിച്ചാണ്. എല്ലാം മടക്കി വെച്ച് അതാത് സ്ഥലത്ത് എടുത്തു വച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ നോക്കുകയുള്ളൂ. അതൊക്കെ നമ്മളുടെ ഓരോ തിരക്കിനനുസരിച്ചിട്ട് അങ്ങ് പോകുന്നതാണ്. ആരും ഒരു കാര്യത്തിലും പെർഫെക്റ്റ് അല്ലല്ലോ. ചില ദിവസം ഞാൻ പെർഫെക്റ്റാണ്, പക്ഷേ ചില ദിവസം തീരെ ഒന്നുമല്ല. അതിനിടയ്ക്ക് എൻ്റെ മോള് വന്നിട്ട് അവളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ തൊപ്പിയൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ട്. അതെല്ലാം ഞാനവിടെ അടുക്കി പെറുക്കി വെച്ചതാണ്. ഇനി അവൾക്ക് അതൊന്ന് ഒക്കെ വലിച്ചിട്ടൊന്ന് നോക്കാൻ ഭയങ്കര ത്വരയായിരിക്കും. ആ സമയത്താണ് എൻ്റെ ദേഷ്യമൊക്കെ ഇങ്ങ് പുറത്തോട്ട് വരുന്നതും. വൃത്തിയാക്കിയിട്ട സ്ഥലത്ത് വൃത്തികേടാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ വെച്ചത് എങ്ങനെയാണോ അതുപോലെ ഉണ്ടാവാനാണ് എനിക്കിഷ്ടം. കുറച്ചൊക്കെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച കൊടുക്കാം. പക്ഷേ ഈ വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് തീരെ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കനുസരിച്ച് തന്നെ എൻ്റെ മോളും ബാക്കിയുള്ളവരും ഒക്കെ പോവാറുണ്ട്. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ആവാറില്ല. ഇനി ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു, മേലത്തെ തുടക്കൽ കഴിഞ്ഞു. ഇനി താഴത്തെ തുടക്കലാണ്. ഓരോ ഭാഗവും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കുവാണ്. വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തുടക്കലും അടിക്കലും ഒക്കെ കഴിഞ്ഞു. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഒരു കുളി പാസ്സാക്കണം, മടക്കിയ തുണി എടുത്ത് വെക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഓണം ക്ലീനിങ് തുടങ്ങിയോ, ഏതായി എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബായ്.